Oh shit. Here we go again. ഹലോ ഗായ്സ്, ഹിയർ വി ഗോ അഗെയിൻ. അപ്പോൾ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോൻ്റെ വേറൊരു എപ്പിസോഡായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കളിച്ച് നിർത്തിയത് നമ്മളെ കസിന് വേണ്ടി മൈറ്റി ബി ഗെയിമിങ് ആൾക്ക് വേണ്ടി നമ്മളൊരു വണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആൾ കളക്ട് ചെയ്യാൻ വണ്ടി കളക്ട് ചെയ്യാൻ ആൾ വരും. അപ്പോൾ നമ്മൾ ചെറിയ സ്ലീപ്പിലായിരുന്നു. നമുക്ക് അവിടെ നിന്ന് എണീച്ചപ്പോൾ അതൊക്കെ കൈയൊക്കെ നിവർത്തി. ഓക്കെ, നമുക്ക് ആൾ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ആൾ നമ്മുടെ ഗെയിമിലില്ലേ നോക്കണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഹൗസ്. എങ്ങനെ എപ്പടി സെറ്റല്ലേ? സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആൾ വരുന്നത് നോക്കി നിൽക്കാം. ഏറെക്കുറെ എത്താറായെന്നാണ് പറഞ്ഞത്. നമുക്ക് ഡയറക്റ്റ് എക്സിറ്റ് അപ്പാർട്ട്മെൻറ്റ് കൊടുക്കാം. അവൻ വരുമ്പോൾ നമുക്ക് ഗാരേജിൽ കയറി അവൻ ആ സർപ്രൈസ് കൊടുക്കാം. എന്ത് പറയുന്നു? എവിടെ? ലൈനിലുണ്ട്. ഹലോ ഹലോടാ, കേൾക്കില്ലേ? മൈക്ക് ഓഫ് ചെയ്തിരിക്കാൻ തോന്നുന്നുണ്ട് തെണ്ടി. ഇവിടെ നമുക്ക് ജസ്റ്റ് മാപ്പിൽ നോക്കാം അവൻ എവിടെയാണ്. ഇവിടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ ആള്. ഓക്കെ, അവനവിടെ എന്തൊരു ഒപ്പിക്കനാവോ? അവനിവിടെ ചില പരിപാടികൾ നടക്കുള്ളൂ. നമുക്കവൻ നല്ല ഒന്നാം തരം പോസ്റ്റ് ആണ് ഗൈസ്. നമ്മൾ പോസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. നായ എത്തിയിട്ടില്ല. അവനവിടെ എന്തൊരു കാട്ടണാവോ? ഇവനെന്തൊരു കാട്ടണ അവിടെ? വന്നൂടെ അവന്? നമുക്കതുവരെ ചള്ളലൊക്കെ ഞാനൊരു വണ്ടി കൊണ്ട് വെള്ളത്തിലിട്ടതാ. അതിന്റെ ഇടയിൽ ഒരു കോളും വന്നു. വെരി ഗുഡ്ടാ, വെരി ഗുഡ്. അവനെന്തോ കോളിലാണ് കാശ്. കോൾ ചെയ്യുമ്പോഴത്തേനും വരും. അതുവരെ നമുക്ക് ഇവിടെ നമ്മുടെ വീടിന് പുറത്ത് നൈസ് കുറച്ച് സിഗരറ്റൊക്കെ വലിച്ച് വൈബ് അടിച്ച് നിൽക്കാം. ഇതിൽ എത്ര പേർക്ക് അറിയാൻ എനിക്കറിയില്ല. ഇതിലിപ്പോൾ നമ്മളെ ഇൻട്രാക്ഷൻ മെനു എടുത്തിട്ട് ഹെൽത്ത് ആൻഡ് അമ്മ. ഓക്കെ, ഹെൽത്ത് ആൻഡ് അമ്മയിൽ സ്നാക്സ് എടുത്തിട്ട് സ്മോക്ക് കണ്ട. ഇത് ജസ്റ്റ് സിംഗിൾ പ്രസ് ചെയ്താ അവൻ ജസ്റ്റ് സിമ്പിൾ സ്മോക്ക് കൊടുക്കണം. ഈ എവിടെ തിരി വരാറായ? ഞാൻ വണ്ടി കൊണ്ട് വെള്ളത്തിലിട്ടു. ഗുഡ്. അതെ, അപ്പൊ ഇവനെ കുറിച്ച് പറയാനാണ് ഗായ്സ്. ഗോഡിക്കത്ത് അഗ്രസീവ്. അവന്റെ കയ്യിൽ വണ്ടി കിട്ടിയപ്പോ വണ്ടി മറ്റേ വിൻ ഡീസലിനോട് പോൾ വാക്കർ പറഞ്ഞ പോലെ കാർസ് ഡോൺ പ്ലേ എന്ന് പറയേണ്ടി വരും ഇവനോട്. അപ്പൊ നമുക്ക് അവനെ കാത്തിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് സ്മോക്ക് ചെയ്യുമ്പോൾ ലോങ് ആയിട്ട് സ്മോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇതിലിപ്പോൾ എല്ലാ ആക്ഷനും ലോങ് ആയിട്ട് ചെയ്യണമെങ്കിൽ 3 പ്രാവശ്യം നിൽക്കാൻ മതി. ഓക്കെ, നമുക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, നോക്കൂ ഗൈസ്, കടാ നമ്മൾ സിംഗിളായിട്ട് നിൽക്കുക. അങ്ങനെ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് ഇപ്പം ഞാൻ RMB ബട്ടൺ, അതെ RMB ബട്ടൺ ഞെക്കി പിടിക്കാം കേട്ടോ. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ കേട്ടാ. ഇത്ര ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഞാൻ വിട്ട് കഴിഞ്ഞാൽ പല പരിപാടി നിർത്തും. നമുക്ക് ഒന്നും കൂടി മാപ്പിൽ നോക്കാം. അവൻ അവിടെ നിന്ന് വന്നിട്ടും കൂടിയില്ല. ഇറങ്ങി പുറപ്പെട്ടു. ആ വണ്ടി ഏത് വണ്ടി കൊണ്ട് വെള്ളത്തിലിട്ട്? അതാ പിഴച്ച വണ്ടി, എനിക്ക് ഇഷ്ടമില്ലാത്ത വണ്ടി. ഒരു കറവെടുത്ത പാളിയതാ. കറവെടുത്ത പറഞ്ഞില്ല, കട കാട്ടിന്ന് പറ. അങ്ങനെയും പറയാം. ഓക്കെ, വരുന്നുണ്ട്, എത്തുന്നുണ്ട്. ആളിപ്പോ എത്തും. വീണ്ടും പോയല്ലോ. ഞാനൊരു മാർക്ക് ചെയ്യാം, അവിടെ വന്നാ മതി. മാർക്ക് വീണാ നോക്കി നോക്കിയേ. എന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ മാർക്ക് കിട്ടുള്ളൂ. സോറി, ചെറിയതാണ് കിട്ടൂ. അത് മാപ്പിൽ നോക്കിയാ നിങ്ങക്ക് ഒരു നീല വീട് കാണണ്ട. അതെന്റെ വീടാ. നോക്കിയാ വണ്ടി Z 2 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാ എന്റെ വീട് നീല വീട്. സെയിം സാധനം കാസ്റ്റ് ഡോൺ ഫ്ലൈ. ഇപ്പൊ എനിക്ക് മാപ്പിൽ കാണാൻ ഏറെക്കുറെ റോട്ടിലൊന്നും അല്ല പൊന്നി നിക്കണേ. കണ്ടാ ആ വഴി കയറി ഈ കഴിഞ്ഞ വഴി കയറി വാ. ആ വഴി നേരെ വന്നാ ഒരു നീല വീട് കാണാം. അതാണ് എന്റെ വീട് കേട്ടാ. ഞാൻ നീല വീടാ. നായ നിന്റെ ഫ്രണ്ട്സിന്റെ വീടൊക്കെ നീല വീട്ടില് കാണിക്കും. ഇവൻ നല്ല പശയുണ്ട് കേട്ടോ നമുക്ക്. അതെ പക്ഷെ ഞാൻ കറവ് എടുക്കണില്ല. ഞാൻ നേരെ മല കയറാൻ പോവാ. സ്വാഭാവികം, അതാണല്ലോ. പിന്നെ ഇവന്റെ ഒരു പ്രത്യേകിച്ച് റോഡ് നേരെ വെറുതെ എടുക്കണില്ല. റോഡിൽ കൂടെ ഓടിക്കില്ല. അവിടെ കുണ്ടും കുഴി കണ്ടാ. നമ്മള് റോട്ടിക്ക് നോക്കി നിന്നിട്ട് കാര്യമില്ല, അവനെ കാണില്ല. അത് ഈ കുന്നിന്റെ മേലേക്ക് നോക്കാം, അപ്പൊ കാണാം.
ഓ ഞാൻ വണ്ടി ഒരു വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടിട്ട് എനിക്ക് ഞാൻ ഇറക്കാൻ പറ്റില്ല ആ എനിക്ക് മനസ്സിലായി ആ വീടിന് ഗേറ്റ് അടച്ചിട്ടേക്ക് ആ അതെ ആ ഗേറ്റ് പൊളിച്ച് വരുന്നുണ്ട്. അതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ വന്നു ആ ഇവനാണ് ഞാൻ പറഞ്ഞ നരനായ. എന്റെ വണ്ടി എടുക്ക ഇങ്ങോട്ട് ഇറങ്ങ്. ഞാനിനി ഗാരേജിനുള്ളിൽ കയറി നിങ്ങക്ക് പെർമിഷൻ തരണം. സോ കൈൻഡ്ലി വെയിറ്റ്. അപ്പൊ ഇതാണ് നമ്മളെ ഗാരേജ്. ഗാരേജ് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ബെല്ലടിക്കടാ. ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അവൻ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഗാരേജിന്റെ അവിടെ പോയി നമുക്ക് ഇവിടെ ഇങ്ങനെ ഐക്കൺ കാണിക്കും. കണ്ടാ അത് ചിലത് തുറക്കാറുണ്ട്. ഇതാണിത് ചെക്കൻ വന്നുട്ടാ. ഇതാണ് നമ്മുടെ മൈറ്റി ബി ദ ഗെയിമിങ്. ഓക്കെ അപ്പൊ നിനക്കുള്ള വണ്ടി. ഇനിയിപ്പോ നമുക്കിത് പുറത്തേക്ക് ഇറക്കാം. കേറിക്കോ. ഓ തനിക്ക് തന്നെ എടുക്കണല്ലോ പുറത്തിറക്കണെങ്കിൽ. അതെ ഞാൻ തന്നെ എടുക്കണം. എന്താ ചെയ്യാ മറ്റേ വണ്ടി തട്ടരുത്. ഈ വണ്ടി സ്ക്രാച്ച് ആവരുത്, പുറത്തെടുക്കുന്ന വണ്ടി സ്ക്രാച്ച് ആവരുത്. മറ്റേ സ്ക്രാച്ച് ഉണ്ട്. അയ്യോ അവിടെ ഉണ്ട് അല്ലേ, ചാടി കിടന്ന. ഓക്കെ ഇനിയിപ്പോ നമുക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ ഇതാ നിന്റെ വണ്ടി. ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ ഇനിയിപ്പോ നമുക്ക് ഈ വണ്ടി ഇവന്റെ മോഡിഫൈ എങ്ങനെയാ നമുക്ക് കാണാം ഗൈസ്. മോഡിഫൈ ചെയ്യാൻ ഇവിടെ അടുത്താണ്. നേരെ പോട്ടെ. നമുക്ക് മോഡിഫൈയുടെ സ്ഥലം ഇവിടെ എടുത്തുണ്ട്. അത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ ഏതോ അടുപ്പിലുണ്ട്. വീട് വാങ്ങാൻ പറ്റുണ്ടല്ലോ. അവിടെ കുറെ വീട് വാങ്ങാൻ പറ്റുന്നുണ്ട്. മാർക്കിങ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓ ഇവിടെ ഒന്നും എന്റെ പോലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. മറ്റേ കൈ വെച്ച് ബ്രേക്കുമ്പോ കൈ വെച്ച് ഓടിക്കണം. ഈ വണ്ടിക്ക് ഭയങ്കര ബ്രേക്ക് കുറവാണ് ഇപ്പൊ. പക്ഷെ ഈ വണ്ടി ഒന്നും പറയാല്ല. സാധാരണ ഈ വണ്ടികളിലൊന്നും തട്ടാണ്ട് പോരില്ല. ആ തുടങ്ങിട്ടാ തുടങ്ങി. ഇപ്പൊ ഈ കാറിന് ചിറവൊക്കെ വരുന്നാണ്. നമുക്ക് ഇവന്റെ മോഡിഫൈ എങ്ങനെയാന്ന് കാണാട്ടാ. ഓയ്യോ പോയി അതിടിച്ചു. കറക്റ്റ്. സ്ഥലം ഇപ്പഴച്ച കയറി ഞാൻ മറ്റേ സാധനം എപ്പോഴും തെറ്റിട്ടാ കേറുക. ഓക്കെ ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് തരാം. തെറ്റിച്ച് വളക്കി അപ്പണ്ട് പോയി. അപ്പണ്ട് ചത്ത്. എവിടെ അടിച്ചേ? ഇവിടെ ഫസ്റ്റത്തെ അല്ല രണ്ടാമത്തെ. ഓ ഭാഗ്യം. വെഹിക്കിൾ cannot be modified as long. എന്റെ വണ്ടിയല്ല. അതെങ്ങനെ? ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ടില്ല. വണ്ടിയാ ഇത്. മര്യാദക്ക് ഇത് വിറ്റോ. ഇറങ്ങി പണ്ടാരടങ്ങാനായിട്ട് ഗൈസ് നമുക്കൊരു ചെറിയ അമല് പറ്റി. ഇതെന്റെ വണ്ടിയാവാ. ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഇത് താൻ 2 വണ്ടി എടുത്തു പറഞ്ഞിട്ടുണ്ടായില്ല. അത് എവിടേക്ക് കൊണ്ടിട്ടിട്ടുള്ള? എടാ ഈ വണ്ടി നമ്മുടെ ഗാരേജിൽ ഇട്ടാലും ഈ വണ്ടി നമ്മുടെ ആവും. നന്നായി. ഞാൻ എന്താ ഞാൻ വണ്ടി എടുക്കുന്നോടത്ത് കൂട്ടോ നേരെ. അതായത് ഈ വണ്ടി ഒരു ഡോർ എവിടെ പോയി? ഡോർ കാണാനില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് ചെറുതായിട്ട് പണി പാടി. നമ്മള് നൈസിന് മൂഞ്ചിട്ടാ. നമ്മൾ ഉദ്ദേശിച്ച വഴി നടന്നില്ല. ഏത് എന്തുട്ടാ മൂട് ഈ വണ്ടിയില്ലേ വെറുതെ കൊണ്ടൊന്ന് ഗാരേജ് ഇട്ടായിരുന്നു നമ്മുടെ. അപ്പൊ ഇപ്പൊ എന്റെ 2 വണ്ടി അങ്ങനത്തെ തേങ്ങടെ മൂട്. ഓക്കെ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാം. പോവാ. എടാ നിന്റെ വണ്ടിയിലോടത്തേക്ക് പോവാം. വിട്ടോട്ടോ വണ്ടി എടുത്തോ. ഈ വണ്ടി ആയതുകൊണ്ട് പറയല്ല, വളരെ പതുക്കത്തുള്ളൂ. ഓടിക്കാൻ മൂടാ. അതെ ഇതാണ് ഞാൻ പറഞ്ഞ ടെക്നിക്ക്. എങ്ങനെയുണ്ട്? നിനക്ക് അവിടെ എങ്ങനെയാ കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സ്ക്രീൻ അവിടെ വരുമ്പോ എന്താന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോ എല്ലാ വണ്ടിയിലും ഇടിച്ചിട്ടേക്കും പോണ്ടാവാ. എന്റെ ഒന്നും ഇടിക്കണില്ല ഇപ്പൊ. അത്യാവശ്യം നല്ല കണക്ഷൻ ഉണ്ട്. ഓക്കെ എനിക്ക് ഇൻഷുറൻസ് ആരോ വിളിക്കാണ്ട് ഒരു വണ്ടി വെള്ളത്തി എടുക്കപ്പോഴും. അലക്കവനെ ബൈക്കാരന്മാരെ തന്നെ വെറുതെ വിടല്ലേ. തുടങ്ങി കടി തുടങ്ങി. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബൈക്കാരൊന്നും ഇവന് പോണത് ഇവന് ഇഷ്ടമല്ല. അതെ ഇതിപ്പോ അവനായിരുന്നെങ്കിൽ ആ ബൈക്കാരൻ മരിച്ചു.
ചത്തു അവൻ ആകാശത്തേക്ക് പോയിണ്ടോ ഇപ്പൊ 2 എണ്ണം പോയിണ്ടോ ഇപ്പൊ. ഒരു പ്രത്യേക തരം കഴിയണം ആ കാര്യത്തില്. ഓക്കെ ഞാൻ അങ്ങനെയല്ല ഗൈസ്, എനിക്ക് പറ്റില്ല. അവർ പാവങ്ങളല്ലേ, വല്ല ബോംബ് വെച്ച് പൊട്ടിക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ഒരു ആനന്ദം കാണാന്നല്ല. ഇടിക്കുമ്പോ എന്താണെന്ന് കിട്ടാനായത് ഇത്. ഈ വഴി സൂക്ഷിച്ചു വരാം. ഞാൻ 2-3 പ്രാവശ്യം അപ്പുറത്തേക്ക് പോയതാ പറന്നിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ. കണ്ട ഇവിടെ നീല ഗാരേജ് കാണിക്കണ്ടല്ലോ, അത് ഇന്ത്യ ആണോടാ? ആ കണ്ടാ, ഫ്രണ്ട്സിന്റെ ഗാരേജ് നീല കാണിക്കുക. വെറുതെ അല്ല അവിടെ നീല സാധനം നേരത്തെ ഞാൻ കണ്ടത്. ഞാൻ വെച്ചത് ഇതുപോലെ കൊറേ ഫ്രീ കണ്ടപ്പോ പർച്ചേസ് ചെയ്തിട്ടാ എന്റെ ഒന്ന് വിചാരിച്ചു. എന്താ ഉണ്ടായ അതിന്റെ ഉള്ളിൽ കയറുമ്പോ 100 ലെവൽ വരണ്ട. ഇല്ല, പക്ഷെ നമ്മൾ വഴി തെറ്റി. ഇവിടുന്ന് ചാടി കടന്നാ പോരെ. ഇവിടെ വേണ്ട ചാടി കിടക്ക. ഇവിടെ വേണ്ട. പൊളി പൊളി പൊളി. ഓക്കെ, നല്ല കാര്യം. ഐഡിയ എന്തായാലും നന്നായി. ഓക്കെ ഇതുപോലത്തെ വണ്ടി വേണ്ട. ഇവിടെ ചവിട്ടി കഴിഞ്ഞാൽ ഇത് ഇന്നും അപ്പുറത്തെ വഴി ഔട്ടാണ് കേട്ടോ. ഞാൻ ഓഫ്ലൈനിൽ ഇതിന്റെ ഉള്ളിൽ കയറിയ തുറന്നല്ലോ. എന്റെ തുറന്നു. വണ്ടി എടുത്ത് വിട്. എന്റെ തുറന്നിട്ടില്ല ഇയാള്. വണ്ടി എടുത്തോ തുറന്നിട്ടോ. എന്റെ തുറന്നിട്ടോ. എന്റെ ഇപ്പോഴാണ് തുറന്ന. എന്റെ അതെ, എന്റെ മുടിഞ്ഞ മഴ സത്യം. അയ്യോ ചാർജ്. നിന്റെ വണ്ടി എടുക്കാൻ പോയില്ലേ? അപ്പോഴും ഇതേ മഴയായിരുന്നു. നൈസ് ഹെലികോപ്റ്റർ. പക്ഷെ ഹെലികോപ്റ്റർ ഓടിക്കാൻ മൂടില്ല. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഇതില് ഹെലികോപ്റ്റർ വാങ്ങിച്ചു, പ്ലെയിൻ വാങ്ങിച്ചു. അതല്ലേ ഫ്രീ കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫ്രീ ഇന്നലെ കൊറേ സ്ഥലങ്ങളിൽ ഞാൻ ഫ്രീ വാങ്ങിച്ചു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക് സൈറ്റില്. എവിടെ വണ്ടി? എവിടെ ഇപ്പൊ കാണിച്ചു തരാം വണ്ടി. അവിടെ ഇടിച്ചു പൊളിച്ച് കേറത്. സോറി, നീറ്റ് ഡ്രൈവിംഗ് ആണ്. ഓൾവേസ് എൻജോയ് യുവർ സെൽഫ് ബഡി. ഓക്കെ, നമ്മൾ അവന് വണ്ടി എടുത്ത് കൊടുത്തു. പണ്ടാരും ഒരു പ്രശ്നമുണ്ട്. അപ്പൊ വണ്ടി വെറുതെ സേവ് ചെയ്താലും നമ്മളെ ആവും. എനിക്ക് 2 വേണ്ട. എന്റെ ഓൾറെഡി ഒരെണ്ണുണ്ട്. 4 വീൽ ഡ്രൈവ് അല്ലേ? ആണോ? നോക്കട്ടെ. അല്ല, റിയർ വണ്ടിയാ. ഓക്കെ, അപ്പൊ അവന് വണ്ടി കൊടുത്തിട്ടുണ്ട്. പുറത്തിറങ്ങാനുള്ള വഴി കാണിച്ചാ നേരെ പോ. നേരെ അവിടെ പ്ലെയിൻ എടുക്കണ മഞ്ഞ കാണണ്ട എനിക്ക്. മഞ്ഞ സാധനം കണ്ടു. അതിന്റെ അടുത്ത് പോയി ഓൺ മാറ്റി എനിക്ക് വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവനുള്ള വണ്ടി നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിഷനിലേക്കാണ് നമ്മൾ പോണത്. അടുത്തത് ഈ വണ്ടി ഞാൻ ആദ്യം കൊണ്ട് സേവ് ചെയ്യട്ടെ. ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. സേവ് അല്ല, മോഡിഫൈ ചെയ്തിട്ട് സേവ് ചെയ്യാം. മോഡിഫൈ ചെയ്യട്ടെ. എന്റെ പൈസ അല്ല 3000 രൂപ ഉള്ള. താൻ തരും പൈസ. നമുക്ക് വണ്ടി സേവ് ചെയ്തിട്ട് മെഷീനിലേക്ക് പോവാം. അപ്പൊ സൽക്കാലം നീ വണ്ടി ഗാരേജ് കൊണ്ടു കേട്ടോ. ഭയം തട്ടില്ല. അപ്പൊ നീ വണ്ടി കൊണ്ട് ഗാരേജ്. ആകാശം 10 അടി അകലെ. എന്നിട്ട് അവിടെ ഈ വഴി നമുക്കിവിടെ പറന്നു വരെ കണ്ട. ഞാൻ പറഞ്ഞില്ലേ കാർഡോൺ ഫ്ലൈ എന്ന് പറഞ്ഞ പോലെ ഇവന്റെ പറക്കണ കിട്ടിയ. ഞാൻ കണ്ടു വണ്ടി പോണത്. ഞാൻ തട്ടി തരാം. തട്ടിയാ ഇന്നലെ എനിക്ക് ഇതുപോലെ പുറത്തിറങ്ങാനുള്ള വഴി കാണിച്ചാ. ആളെ കളിയാക്കണ നിങ്ങള്. ഈ വണ്ടി വളയ്ക്കാന്ന് എളുപ്പല്ല. ആ വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ. ബൈ. ഓ, നല്ല ആനന്ദകരമായ പദങ്ങളൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. സത്യം. ഇത് വൺ വേ ആലോ. എടാ ആ വഴി ഈ വഴി വരണ്ട. ഈ വഴി വരണ്ടാ. ഇത് വൺ വേയാ. നമ്മള് എടാ ഞാൻ നല്ലവനൊക്കെ, പക്ഷെ ரொம்ப നല്ലവൻ കിടയാത്. അപ്പൊ നമുക്ക് ഈ വഴി പോവാം. ഇതിന്റെ കുന്ന്. അയ്യോ, വെള്ളത്തിൽ പോയ വണ്ടി? ഇല്ല പോയിട്ടില്ല. മറ്റേ ചാല. എന്റെ മെയിൻ ഏരിയ പാർക്കിങ്ങിൽ പെട്ടുകയാണ് ഗൈസ്. എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഈ ലൂപ്പിന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം. വിളിക്കണ്ടല്ലോ. ഇതെങ്ങനെ ഇത് പുറത്തിറങ്ങാ? കിട്ടി പുറത്തിറങ്ങാനുള്ള വഴി കിട്ടി. ഇവരെങ്ങടെ പോയേ? അതവിടെ കൊടിച്ചിനെ കണ്ടാവും. പോസ കോളിലാണ് ഗൈസ്, കോളിലാണ്. നമുക്ക് ഇനി അവന്റെ അടുത്ത് പോവാം. അവൻ ഈ വഴി തന്നെ പോയിണ്ടാവുള്ളൂ ഉറപ്പല്ലേ?
ഞാൻ പോരാട്ടോ വരുന്നു. ആ ഓക്കെ, അവനവിടെ നിൽക്കുന്നുണ്ട്. അവൻ കൈൻഡ് ഓഫ് ബിസിയിലാണ് പോയിട്ടുള്ളത്. അവനവിടെ അതേ നിൽക്കണ്. അവൻ വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ഈ വണ്ടി കൊണ്ടുപോയി വിറ്റാലോ. കാരണം ഇതുപോലത്തെ ഒരു വണ്ടി എൻ്റെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇവിടെ ഗാരേജ് ഇവിടെ എടുത്ത് ഇവിടെ ഒരു ഗാരേജ് ഉണ്ട്, ഇതാണ് എടുത്ത്. അപ്പോൾ ഇത് നമുക്ക് പോയിട്ട് നമുക്ക് ഈ വണ്ടി വിൽക്കാം. കാരണം ഈ വണ്ടിയുടെ ആവശ്യം എനിക്കില്ല, എൻ്റെ ഓൾറെഡി ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട്. ഞാൻ ഇവന് വേണ്ടിയിട്ട് ഇത് ഗാരേജ് കൊണ്ടുവന്നിട്ട്, പക്ഷെ നമ്മൾ വണ്ടി എന്താ പറയുക ഗാരേജിൽ കൊണ്ടുവന്ന് വെറുതെ ഇട്ടാലോ നമ്മുടെയും. അതെനിക്കിഷ്ടമായി, സംഭവം നൈസ് പരിപാടിയാണ്, കൊള്ളാം. നമ്മൾ വെറുതെ കാശൊന്നും കളയണ്ടല്ലോ. ഓക്കെ ഗായ്സ്, നമ്മളവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവ എന്താ ഒരു സുഖമല്ലേ ആ ഡ്രിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കുമ്പോൾ. പിന്നെ ഓൺലൈൻ കളിക്കുന്ന വല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് കളിക്കാം. എത്തി. ഇതിൻ്റെ തൊള്ള എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഇടിക്കുന്നത്. ഈ ഗ്യാപ്പ് കാണാൻ പറ്റില്ല, എപ്പോൾ വന്നാലും അത് ഇടിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ വന്നുള്ള ഈ വണ്ടി സെയിലാക്കാനാണ്. കാരണം നമ്മുടെ ഇങ്ങനത്തെ 2 ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല, 1 മതി. 250 രൂപ കൊടുത്ത് റിപ്പയർ ചെയ്യണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് എത്ര രൂപ കിട്ടുമെന്നറിയില്ല. 250 എമൗണ്ട് വയ്ക്കുക. പോട്ടെ വെറുതെ കിട്ടിയ വണ്ടിയല്ലേ, പല്ലെണ്ണണ്ട അല്ലേ. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നലെ വിളിച്ച വണ്ടി തന്നെ വിളിക്കാം. മെക്കാനിക്കിനെ എടുക്കുക, മെക്കുട്ടനെ എടുക്കുക. ഡ്യൂക്സിന്റെ കളറൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ അതൊരു എടുക്കണേ റെഡ് കളറായിരുന്നു. ഞാൻ എൻ്റെ ബ്ലാക്ക് ആക്കി ഒരു വിൻഡീസൽ മൂടാക്കിയിട്ടുണ്ട്. അയാള് നല്ല വർത്താനം പറയണ്ടല്ലോ. ഓക്കെ, ഈ വണ്ടി എപ്പോൾ എടുത്താലും എനിക്ക് പൊന്തിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊന്തിക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടെ വന്നിട്ട് പൊന്തിക്കാം, അല്ലെങ്കിൽ സൈഡിക്കൊക്കെ പോകും. പൊട്ടണണ്ട നിങ്ങൾ ശബ്ദം കേൾക്കുന്നില്ലേ ഗായ്സ്? ഇത് തീ വണ്ടിയാട്ടാ, വെറും തീയ. നമ്മൾ ഏത് വഴിയാ അവൻ്റെ അടുത്തേക്ക് പോകണ്ടേന്ന് എനിക്കറിയില്ല. ഇടിക്കല്ലേ. ഓക്കെ, കുഴപ്പമില്ല ഗായ്സ്. ലൈനിൽ വന്നു. ഇവിടെ ചേട്ടനാണോ? എന്താ വയ്യേ ഇയാളെന്താ എടുക്കണ? ചേച്ചിയാണ്. വേറെ പ്ലേയേഴ്സ് കാണിക്കണ്ടല്ലോ. ഓപ്പൺ സെർവറാ? ഇല്ല, നമ്മള് മാത്രമേ ഉള്ളൂ. ഞാനടാ അത്. ഇവിടെ ചേച്ചി ഒറ്റയ്ക്ക്. എനിക്ക് ഇവൻ വണ്ടി കൊണ്ടിട്ടുണ്ടാ അടിച്ചിടിച്ചിടിച്ച്. ഓക്കെ എടാ, സേവ് ചെയ്യാനല്ലേ? ഓക്കെ, കൊണ്ടേ സേവ് ചെയ്യ്. ഭാഗ്യം നമ്മിപ്പം പുതിയ വീട് വാങ്ങിച്ചു പറയണ്ടേ? വീട് മേടിച്ചിട്ടുണ്ടല്ലോ. അത് എവിടെയാ പോട്ടെ? മാപ്പ് എടുത്ത് നോക്ക്. മറ്റേ അപ്പാർട്ട്മെന്റ് ഇടിച്ചു. എടാ, അറിയാണ്ട് തട്ടിയതാ. അറിയാണ്ട് തട്ടി കൂട്ടരുത്. അറിയാണ്ട് ചെയ്ത് കഴിഞ്ഞാ പ്രശ്നമില്ല. അതെ, ഇവന്റെ വണ്ടിക്ക് സ്പീഡില്ല ഗൈസ്. ഇവനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഇവനെ കിട്ടില്ല. ആരാ പറഞ്ഞ ഈ വണ്ടിക്ക് സ്പീഡില്ലാന്ന്? നമ്മൾ ഓവർടേക്ക്, നമ്മൾ വെട്ടിച്ചു. ഇടിച്ച കാരണം ഞാൻ ബാക്കിൽ നോക്കി വണ്ടി ഓടിച്ച കാരണം തന്നെ കടത്തി വിടാണ്ടിരിക്കാനുള്ള പ്ലാനായിരുന്നു. ബ്ലൂ ഐക്കൺ കാണിക്കണേ അതിന്റെ പിന്നെ പിടിക്കാൻ. മറ്റേ ബാങ്കാണോ അത്? എടാ, അവിടെ നിന്ന് കിട്ടുമോ നോക്കി? ഓട്ടോ എല്ലാം കിട്ടുവന്നു. ആ വണ്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവാനാണ് ചാൻസ്. എടാ, വണ്ടിയുടെ ഉള്ളിലുണ്ട്. നീ വണ്ടി കൊണ്ട് സേവ് ചെയ്തിട്ട് വാ. അപ്പൊ ഈ വണ്ടി ഞാൻ നിന്റെ വണ്ടി കൊണ്ട് സേവ് ചെയ്യടാ.
അതിലെന്തോണ്ട് അവളുടെ തോക്കൊക്കെ അയ്യോ ഇത് എന്താ മെഷീനൊക്കെ കാണിക്കണ്. അതാ പറഞ്ഞ നീ നിന്റെ വണ്ടി കൊണ്ട് സേവ് ചെയ്. ഓക്കെ എന്റെ ടൈം റിമൈനിങ് ഒക്കെ കാണിക്കണേ. അത് നീ എന്റെ ടീമായിരുന്നാ, നീ വണ്ടി കൊണ്ട് സേവ് ചെയ്യൊന്ന്. അതെ ഞാൻ പോവാ. അതെ എനിമീസ് വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഈ അപ്പാർട്ട്മെന്റിലൊക്കെ എനിക്ക് കേറുക. പാർക്കിംഗ് ഇല്ല ഇവിടെ. ഓക്കെ ഗൈസ് പോലീസ് വന്നിട്ടുണ്ട്. നമുക്ക് ലെസ്റ്റർ വിളിക്കാം. നിനക്ക് ഗാരേജ് ഇല്ല. 1 ലക്ഷം കൊടുത്ത് മേടിച്ചിട്ട് പാളിയും തോന്നുന്നു. വണ്ടി കയറ്റിടാൻ പറ്റില്ലാന്ന്. എന്റെ അളിയാ നിന്റെ പഴയ ഗാരേജ് കൊണ്ടുപോയിട്ട്. അയ്യോ നമുക്ക് ലെസ്റ്റർ വിളിച്ച് കളയാൻ പറ്റില്ല ഗൈസ്. പോലീസിനെ അല്ലാണ്ട് തന്നെ കളയാം. 1 ലക്ഷം എണ്ണി മേടിച്ചിട്ട് മൂഞ്ചിച്ചു എന്നുള്ളതാ. എടാ അപ്പൊ നീ അത് നോക്കിയില്ലേ എന്തോരം ഗാരേജ് എത്ര വണ്ടിക്ക് 2 കാരണം കാണിക്കണ്ടല്ലോ. ഗാരേജ് ഉണ്ടാവണ്ടൊന്നിരിക്കില്ല. ഞാനേ ഈ പോലീസ് ഗാരേജ് ഉണ്ട്. ഗാരേജ് ഇല്ലാണ്ടിരിക്കില്ല. ഞാൻ ഈ പോലീസുകാരെ എന്നിട്ട് നിന്റെ അടുത്തേക്ക് വരാം. അത് വിൽക്കാൻ പറ്റുമല്ലോ നായ്ക്കളെ ശരിയാക്കി. എത്ര രൂപ തരണാവോ? വിറ്റ് അങ്ങനെ വിൽക്കാൻ പറ്റില്ല. നീ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോഴേ വിൽക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വിൽക്കാൻ പറ്റില്ല. എന്ത് പർച്ചേസ് ചെയ്യാൻ? 3000 കൊണ്ട് എന്താ? ഗാരേജ് ഇല്ലാന്നാ. ഞാൻ അങ്ങോട്ട് എത്തട്ടെ. ഈ പോലീസ് ഒന്ന് പോയെങ്കിൽ ഒരു സമാധാനായി. അതിന് പോലീസ് പോകണില്ല. ഞാൻ എന്തിനാ പറഞ്ഞ പോലെ ഈ വണ്ടി കയറിയെടുത്ത് ലെസ്റ്റർ വിളിക്കാൻ പറ്റില്ലടാ. ലെസ്റ്റർ പറ്റില്ലാന്ന്. എപ്പോഴും നീ വിളിച്ച ചെറിയ അടിച്ച് പൊളിക്കുന്നതാണ് അതിന്റെ അർത്ഥം. ഈ വണ്ടി പടിയൊന്നും കേറുന്നില്ല. എന്റെ മോൺസ്റ്റർ ട്രക്ക് എന്നെ നല്ല കേട്ടാ. എടാ മോൺസ്റ്റർ ട്രക്കിന്റെ പോലും ആ വണ്ടി കേറില്ല. അത് ലുക്ക് വൈസ് നൈസ് ആണ്. പിന്നെ ഓഫ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മല കയറലൊന്നും അവനോട് വല്ലാണ്ട് നടക്കില്ല. ഞാൻ നല്ല കയറ്റി ചോദിക്കി. ഓഫ് റോഡില്ലേ അത് നൈസായിട്ട് പോവാം. നല്ല പറ്റിച്ചു ഒരു ഉള്ളി കയറ്റാൻ സമ്മതിക്കില്ല. ഇത് വേറെന്തെങ്ങാണ്ടാണ് വീട് നല്ലത്. നീ എന്തുട്ടാ വാങ്ങിച്ച മീന്? എന്തുട്ട് എങ്ങനെയാ ഞാൻ മേടിച്ചേ? പൈസ പോയി ഉറപ്പാ. എത്ര കൊടുത്തേ? 1,05,000 രൂപ. നിന്റെ മുകളിൽ കൂടെ തുരന്ന് കയറേണ്ടി വരുമോ? എവിടെയും എൻട്രി ഇവിടെ നിക്കണ പോലീസ് വണ്ടി ഇങ്ങനെയൊക്കെ പോണേ. ഞാൻ മറ്റേ ഗാരേജിലാണ് കൊണ്ട് ഇട്ടത് പണ്ടേരം. നീ ഡെസേർട്ട് ഗാരേജിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് നമുക്ക് മിഷൻ കളിക്കട്ടെ. ഇവിടെ കുറെ ഫ്രീ ഗാരേജ് മേടിച്ചിട്ടുണ്ട്. ഇല്ല എനിക്കൊന്ന് ഫുഡ് കഴിക്കണം. ചെറിയ ഫുഡാ? ഫുഡ് കഴിച്ചിട്ടില്ല. തനിക്കില്ലല്ലോ. കണ്ണൊക്കെ മറ്റേ മുറുക്കാൻ ചോപ്പിച്ച് വെച്ച പോലെ ഇരിക്കണേ. ചോപ്പ കളറല്ല ഒരുമാതിരി വൈലറ്റ് കളറൊക്കെ ഇരിക്കണേ. അതെ അതെ. എടാ നമ്മള് എസ്കേപ്പ് ഫ്രം ദ റിയാലിറ്റി എന്നല്ലേ പറഞ്ഞിട്ടില്ല. അപ്പൊ റിയാലിറ്റിന്ന് എസ്കേപ്പ് ചെയ്ത് ഫുൾ ടൈം നമ്മൾ ഇതിലാവുമ്പളേ അതെ കുഴിക്കെടുക്കണ വരെ. ഞാൻ അതിന്റെ ഇടയിൽ ഈ കാർ എടുത്തിട്ട് ഇടിക്കാണ്ട് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഈ കാർ എടുത്തിട്ട് ഇവരെന്തോ ഒരു മിഷൻ തന്നതാ. ഡെലിവർ ദ വെഹിക്കിൾ ഓഫ് ദ ഡ്രോപ്പ് ഓഫ്. എന്റെ വണ്ടിയിൽ ഇനി ഞെളുങ്ങാനൊരു പാട്ട് പോലും ബാക്കിയില്ല. അപ്പൊ ടയർ വരെ മറ്റേ ഒരെണ്ണം സൈഡിൽ ഒരെണ്ണം തെക്കോട്ടാ. നീ അത് സേവ് ചെയ്യാൻ കൊണ്ടുപോയാ? പോയോണ്ടിരിക്കുക ഭാഗ്യം. പക്ഷെ ടയർ തിരിഞ്ഞിരിക്കാന്നാണെങ്കിലും വണ്ടി ഓടുണ്ട്. അൽഹംദുലില്ലാ ഓടുണ്ടല്ലോ ഹയർ. അതെന്നെ വലിയൊരു സമാധാനം. അതെ. ഓക്കെ ഞാൻ ഈ വണ്ടി എവിടെ എനിക്കിങ്ങനെ ഹൈവേൽ കൂടെ പെട്ടച്ചു പോകുമ്പോ ഓരോ കാറുകാര് ക്രോസ് പോയില്ലേ, അവരെ പോയി ഇടിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ആനന്ദല്ലേ? അതെ, അതിന്ന് ആനന്ദം കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇവന്റെ ഹോബീസ്. എനിക്ക് എത്ര കിട്ടിയ എമൗണ്ട് വല്ലതും കിട്ടിയ? എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ ഇളകും. എടോ ക്യാഷ് സക്സസ്ഫുള്ളി ഡെലിവേർഡാ. എനിക്ക് എത്ര എമൗണ്ട് വല്ലതും കിട്ടിയ അത് പറ. 500, 1000, 500 അങ്ങനെ പറ്റിച്ചുണ്ടാവും. എടാ ഇതില് ഒന്നും കാണിക്കില്ലല്ലോ, എമൗണ്ട് ഇല്ലേ? ഓ ഈ സ്ഥലം ലൂപ്പാ. വരണ്ടായിരുന്നു സ്റ്റോ. കാശ് കിട്ടിയടാ. അവന്മാരെ ആ വഴിക്ക് വിട്ടാ മതിയായിരുന്നു. ഓക്കെ നീ വാങ്ങിച്ച വീടൊന്നും കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ നമുക്കിനി നമ്മുടെ ഏത് വണ്ടി വിളിക്കാം? സെയിം വണ്ടിനെ വിളിക്കാം. എന്നെ കൊണ്ടോണേ ചേട്ടാ, ഇറക്കി വിടൂ. ഓക്കെ നമ്മുടെ വണ്ടി വന്നു. നീ എവിടെ നിക്കണ? നിന്റെ വീടില് ബ്ലൂ കളറിൽ കാണിക്കും. ഞാൻ അത് വെച്ച് കണ്ടുപിടിച്ചോളാം. ഈ വീടാണോ? ഇത് 2 വീട് വാങ്ങിച്ചിട്ടല്ലേ നീ? ഇതിലേ പക്ഷെ ഇവിടെ 2 കാണിക്കണ്ടല്ലോ.
അവിടെ രണ്ടെണ്ണം മേടിക്കാൻ പറ്റണെന്നല്ല കാണിക്കണേ. അല്ലല്ല നീ കടപ്പുറത്തിന്റെ അടുത്താണോ വീട് വാങ്ങിച്ചേ? അല്ലല്ല ഇവിടെ. ആ ഓക്കെ, അങ്ങോട്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ. നീ വാങ്ങിച്ച വീടൊന്ന് കാണണല്ലേ? കടപ്പുറത്തിന്റെ അടുത്തൊന്നല്ല, ഞാൻ പറഞ്ഞുതരാം. അവിടെ നിന്റെ ഒരു വീട് കാണുന്നുണ്ട്. നീ ഫ്രീക്ക് വല്ലതും വാങ്ങിച്ചാ? ഫ്രീക്ക് ഏതാണ്ട് മേടിച്ചിട്ടുണ്ട് കടപ്പുറത്ത് കണ്ട്. പൊള്ളിയാലോ. അതെവിടെ ഉള്ളതാ? ഫുള്ള് വൈറ്റ്. എന്റെ മാപ്പിൽ നോക്ക്, ഫുള്ള് വൈറ്റ്. ഇതിന്റെ ഉള്ളില് മറ്റേ കളർ അടിച്ച വണ്ടി കൊണ്ട് സീനാവും. ഡോക്കിന്റെ അവിടത്തെയാണോ? ആ, ഡോക്ക് സൈഡ്. പക്ഷെ അത് അങ്ങോട്ട് പോകണ്ടേ? 10 വണ്ടി ഇടാൻ പറഞ്ഞ ഗാരേജ് അല്ലേ? 10 വണ്ടി. ഓയ്യോ സീന്. എനിക്കത് ഇഷ്ടല്ല. ഇതിന്റെ അടുത്ത് പോയാൽ മതി, ഷട്ടറിന്റെ അടുത്തേക്ക്. ഈ വാച്ച്, ടിവി, എന്നാലും ഞാൻ പിന്നെ അങ്ങോട്ട് വന്നാലോ? എന്നാലും നിന്റെ വീടൊന്ന് കാണണ്ടേ? നിന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച വീടൊന്ന് കാണേണ്ട. എന്നെ ഒന്ന് പിക്കി. ആ, 2 മിനിറ്റ്. എനിക്ക് ജെറ്റാണ്. ജീപ്പ് എടുക്കുന്നുണ്ട്, കാനിസ് എടുക്കുന്നുണ്ട്. കാനിസ് എടുത്തിട്ട് വരാം. കാനിസിനോട് എനിക്കൊരു ടൈമില് ഭയങ്കര പ്രണയായിരുന്നു. ഓപ്പൺ ജീപ്പ്. ജീപ്പാലോ. വണ്ടി ഉണ്ടോയോ? ഒരാള് തന്നെ വെറുതെ ഇടിച്ച് തീർക്കവനെ. പാവല്ലേ, എന്തെങ്കിലും തിരക്കിട്ട് പോണായിരിക്കും. ഓ, ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണെന്നുണ്ടായിണ്ടല്ലോ. അയ്യോ, സംഭവം എളുപ്പ. വഴിയൊന്നും മനസ്സിലായാ മതി. താൻ എന്റെ സെർവറിലൊന്നും ഇല്ലല്ലോ. സെർവറിന്ന് പോയാ ഉണ്ടല്ലോ, എന്റെ കാണിക്കണ്ടല്ലോ. നീ സെഡ് തന്നെ കാണാനല്ലോ. എനിക്ക് കാണണ്ടല്ലോ നിന്നെ. ഞാൻ നിന്റെ നീ വാങ്ങിച്ച വീടൊന്ന് കാണാൻ വേണ്ടി വന്നേക്കാം. നമ്മടെ പൊന്നി വാങ്ങിച്ച വീടൊന്ന് കാണണല്ലോ. നിനക്ക് എങ്ങടേന് പോണേ? നിന്റെ വീട് കാണാൻ. അവിടെ ഒന്നല്ല എന്റെ വീട്. ഈ വീട് നീ വാങ്ങിച്ചു എന്നുള്ള കാണണേല്? ആടാ, ഇവിടെ ഇല്ല. നീ വീട് വാങ്ങിച്ചു. ഇതിന് ഗാരേജ് ഒക്കെ ഉണ്ടല്ലോ. ഈ വീടല്ല ഞാൻ പറഞ്ഞ. നിനക്ക് മാപ്പ് എടുത്തേ. ആ, നീ ഒന്ന് മാർക്ക് ചെയ്തേ. ടീയുടെ മെഷീൻ കണ്ട? ടീയുടെ മെഷീൻ അവിടത്തെ വീടാണോ നീ വാങ്ങിച്ചത്? ഞാൻ അതാ നിന്നോട് ആദ്യം ചോദിച്ചേ. ഒരു ബിൽഡിംഗ് പോലത്തെ കണ്ട? നോക്കട്ടെ. ബിൽഡിംഗ് പോലത്തെ? നീ ഇത് മറ്റേ ബിസിനസ് അപ്പാർട്ട്മെന്റ് ആണോ വാങ്ങിച്ചത്? അതന്നെ സാധനം. ഞാൻ നോക്കിയില്ല. അതന്നെ സാധനം. പാളി പഴച്ചു. കമ്പനിക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും ഇയാള്. അതന്നെ ഇയാള് കമ്പനി വാങ്ങിച്ചിട്ടല്ലേ? ഞാൻ വീട് വാങ്ങിച്ചു. എനിക്കതിന് തേങ്ങ. ഞാൻ നിന്നോട് പറഞ്ഞ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ. അത് ഇതാണ്. ബിസിനസ് ചെയ്യാൻ പറ്റും. എന്നാല് അതിന് വേറെ കുറെ മെഷീൻസ് അല്ല വേറെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങണം. എന്തൊക്കെയോ 1,50,000 പോയി നടത്തപ്പോ. കാറ്റത്ത് പോയി. 1,50,000 കാറ്റത്ത് പോയി. ആ, ഇതന്നെയല്ലേ പൈസ. എന്റെ ഒരു മറ്റേ ബിൽഡിങ്ങിന്റെ ചിഹ്നം കാണിക്കണ, വീടിന്റെ ചിഹ്നം നല്ല കാണിക്കണേ. കേറാൻ തന്നെ പറ്റണില്ല എനിക്ക്. ഒരു കാൽക്കുലേറ്റർ പോലെ തോന്നുന്ന സാധനമാണോ? അതന്നെ എനിക്ക് അതിന്റെ ഉള്ളിൽ കേറാൻ തന്നെ പറ്റണില്ല. അത് ഇതാടാ, അത് ഓഫീസാ. അതിനുള്ളിൽ കയറാൻ വഴിയുണ്ട്. മോളിൽ കൂടെ തുറന്നു കയറണായിരിക്കണല്ലേ? അല്ലല്ല, അവിടെ ഒരു അതിന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാല് ഒരു ബ്ലൂ സർക്കിൾ കാണിക്കുക. അതിൽ കയറി എന്നാലേ ആക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ കയറിയത് അതില്. നീ ഇപ്പൊ എവിടെയുള്ളതെന്ന്? വന്നോണ്ടിരിക്കുക. അപ്പൊ നിന്റെ ഗാരേജ് കാണണ്ട എനിക്ക്. നീ എന്തോ ഓപ്പോസിറ്റ് പോണ, ഇപ്പുറത്തേക്ക് വാ. ഞാൻ നീ പറഞ്ഞ വീടിന്റെ അവിടെ. എന്റെ മോനെ താൻ അവിടെ അവിടേക്ക് ദേ വരുന്നു. ഞാൻ ഈ വീട്ടിൽ. അല്ലല്ലോ, നീ അതൊന്നല്ലേ വാങ്ങിച്ചുള്ള മീന്? മണ്ടത്തര വിളമ്പല്ലേ? നീ അതൊന്നല്ലേ വാങ്ങിച്ചുള്ള? ഞാൻ ഈ ഹെൽക്ക പറഞ്ഞ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. ടീയുടെ അടുത്തുള്ളതല്ലേ? നമ്മുടെ വീഡിയോ റെക്കോർഡിങ് എത്ര മിനിറ്റ് ആയിട്ട് നോക്കാൻ പറ്റുമോ? എത്ര മിനിറ്റ് ആയിട്ടെന്ന്? റീസെന്റ് ആപ്സ് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ. എടാ, നീ വാങ്ങിച്ച വീടിനും ഇങ്ങോട്ട് വന്ന മാപ്പ് നോക്കിട്ട് എന്റെ അടുത്ത് വന്ന. ഞാൻ മേടിച്ച വീടെന്ന് പറഞ്ഞാൽ അത് ഫ്ലാറ്റാ, മറ്റേ സാധനം ബിസിനസ് അപ്പാർട്ട്മെന്റാ. പോയി നിന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യില്ല. ഞാൻ ആദ്യം പോയത്. എന്നാ ഇങ്ങോട്ട് പോയോ? ഞാൻ ഈ വീട് കണ്ടിട്ടുണ്ടായില്ല. എടാ, അവിടെ ഇവിടെ ഗാരേജ് ഇല്ലാന്നാണോ പിന്നെ നീ പറയണേ? ഈ ടീയുടെ അടുത്തുള്ളടത്ത് ഗാരേജ് ഇല്ലാന്നാണ് നീ പറയണത്? ഉറപ്പാണോ നിനക്ക്?
ആന്ന് നീ വീടിന്റെ അകത്ത് കയറിയാ? കണ്ടു എനിക്ക് അതൊരു വീടിന്റെ അകത്തൊന്നും കയറിയില്ല. ആ നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ ഞാൻ അങ്ങോട്ട് വരണ. ഇങ്ങോട്ട് വായു, നീ ഇങ്ങോട്ട് വാ ഗൈസ്. അതല്ല എന്റെ ഗാരേജ്, അതെന്റെ അവിടെ വേറൊരു വീഡിയോ എടുക്കണ്ടല്ലോ എനിക്ക്. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫ്രണ്ട് വണ്ടി എടുക്കും ഞാൻ പറഞ്ഞതാ വണ്ടി എടുക്കും. വണ്ടി എടുക്ക് എടുത്തു. പോട്ടെ ഫ്രണ്ടിലേക്ക് എടുക്ക്. അവിടെ തന്നെ നിൽക്കാണ്ട് വണ്ടി എടുക്ക്, സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങ്. അല്ല എങ്ങടെ പോണ്ടേന്ന് പറ. റൈറ്റ് പോ. നീ നിക്കണ സ്ഥലാണോ? നേരെ പോട്ടെ. അവിടെ ഒരു ബിൽഡിംഗ് കാണിക്കണ, ചവിട്ടി ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് കാണിക്കണ, അതാണ് ഞാൻ മേടിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്റെ അടുത്തേക്ക് വന്നു. ഒയ്യോ എന്നാണോ മറുപടിക്കണേ പണ്ടാറം. നീ ഇപ്പൊ വാങ്ങിച്ചുള്ള വീടില്ലേ, അവിടെ ഗാരേജ് ഉണ്ട്. പിന്നെ ഇതിലും ഗാരേജ് കണ്ടു. പിന്നെ ഇവിടെ നിനക്കൊരു വീട് കാണിക്കണ്ടല്ലോ. അത് ഞാനിപ്പോഴാ കാണുന്നത്. ഇതൊക്കെ എന്താ സംഭവിക്കണം, എനിക്കൊരു പിടുത്തല്ലോ. ഇതൊക്കെ എപ്പോ വാങ്ങിച്ചുള്ള ചേട്ടൻ? ഞാൻ ഫ്രീ കണ്ടപ്പോ കൊറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായി. വെരി ഗുഡ്. രാത്രി ലൈറ്റൊക്കെ പോയി ഗൈസ്. കണ്ടിട്ട് ലൈറ്റൊക്കെ അടിച്ചുപോയി. എടാ നമുക്കൊരു മിഷൻ പോലും കളിക്കാൻ പറ്റില്ല കേട്ടാ. ഫുഡ് അടിച്ച് നല്ല മിഷൻ കഴിക്കാം. ഒരാളൊക്കെ ഒന്ന് വെറുതെ. പോലീസ് വരണ്ട? എനിക്ക് പോലീസില്ല, ഞാൻ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ ഉള്ള പോലത്തെ റേഡിയോ പ്ലേ ചെയ്തോണ്ടിരിക്കണ. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ നീ പോയാ? മുതല് വന്നു കേട്ടാ. ഏത് വണ്ടിയാണത്? എവിടുന്ന് കിട്ടിയത്? അടുത്തപ്പോൾ പോലീസ് പിടിക്കാൻ വന്ന. വണ്ടി കയറി എന്നിട്ട് എന്നെ ഇടയിലൊക്കെ ഞാൻ പിടിക്കും കഴിച്ചിട്ട് വരട്ടെ. നിന്നെ ഇങ്ങടാക്ക്. ഇവൻ എവിടേക്ക് പോണം? കഴിച്ചിട്ട് വരട്ടാ, കൊണ്ടുനടക്ക്. ഓക്കെ ബൈ.